കുറുക്കനും മയിലും തെരുവു നായ്ക്കളുമെല്ലാം ഒരേ ഇടങ്ങളിൽ നിന്ന് ഇര തേടുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. എൻ്റെ വീട് തൊട്ട് താഴെയാണ്. രാത്രി ഒരു 12 മണി സമയമാകുമ്പോൾ ചില സമയം ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നോക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ ചിലപ്പോൾ തോന്നലായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എന്നിട്ട് നമ്മൾ ഇന്നലെ ഒരു ഗ്രൂപ്പ് പരിയാരം പഞ്ചായത്തിലെ മാവിച്ചേരിക്കും പനങ്ങാട്ടൂരിനും ഇടയിലുള്ള 5-ാം വാർഡിൽ നിന്ന്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. സാക്ഷര കേരളം സുന്ദര കേരളം എന്ന 90 കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട്. ആരോഗ്യ കേരളം സുന്ദര കേരളം എന്ന് നമ്മൾ മാറ്റി പറയുമ്പോൾ ഇതൊരു ആരോഗ്യ കേരളത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ഈ മലമുകളിൽ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ മൂക്കിലേക്ക് ദുർഗന്ധം മടിച്ചു കയറുകയാണ്. മുന്നേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണയായിരുന്നു. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചു. അവസാനം പണം സ്റ്റോപ്പ് ചെയ്തേ. അതിനുശേഷം ഇവരിപ്പോൾ ഇത് ഈ കാണുന്ന പോലെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഡംപ് ചെയ്തിട്ടാണ് ഇപ്പോൾ മൂടാൻ വേണ്ടി ശ്രമിക്കുന്നത്. സാധാരണ കൂടുതൽ വാഹനങ്ങൾ വരാത്ത ഈ റോഡിൽ കൂടി പതിവായി വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവർ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടുത്തെ സേപ്പോ നോക്കിയപ്പോൾ കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടി. ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വെച്ചാൽ നനഞ്ഞിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടിട്ടിട്ട് പോയതാണ്. അപ്പം എന്താ വെച്ചാൽ അതിന് ശേഷം നമ്മൾ ആ ബില്ലൊക്കെ കളക്ട് ചെയ്ത് പഞ്ചായത്തിന് കൊടുക്കാനതിന് ശേഷം നമ്മൾ ഇവിടുന്ന് മടങ്ങാൻ വേണ്ടി പോകുന്നതിന് ശേഷമാണ് പിന്നെ ഒരു 2 ടിപ്പർ നിറച്ചു ലോഡായിട്ട് വരുന്നത്. നമ്മളപ്പോൾ തന്നെ കയ്യേറി തടഞ്ഞ് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് എന്നാണ് ഇപ്പോൾ നാട്ടുകാരെ പൊട്ടിച്ച സ്ഥലമാണ്, ഇവിടെ ഇടാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയില്ലേ പറഞ്ഞു. അങ്ങനെ വേറെ രീതിക്ക് നമ്മൾ മാന്യമായിട്ടുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങനെ കയ്യേറ്റം അങ്ങനെ കളിച്ചൊന്നും നമ്മൾ പോയിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ അതിന് ശേഷം നമ്മൾ പറഞ്ഞു ഇവിടുന്ന് അധികാരപ്പെട്ടവർ വന്നാൽ മതി, വന്നിട്ട് പോയാൽ മതി. പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് തലച്ചോറിൻ്റെ സ്ഥാനത്ത് കളിമണ്ണാണോ? ഭക്ഷണാവശിഷ്ടങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടാക്കി ഹോട്ടൽ വ്യവസായം നടത്തേണ്ട ആളുകൾ പോലും എളുപ്പപ്പണി എന്നുള്ള വിധത്തിൽ അങ്ങ് കൊടുത്തു വിടുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പൂർണ്ണമായും അധികാരമുണ്ട്. ഈ പൊതുവിടത്ത് മാലിന്യം കൊണ്ട് തള്ളിയ വാഹനത്തെ നിങ്ങൾ ഇന്നലെ തിരിച്ചുവിട്ടു. അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ എന്ന് നാട്ടുകാർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എന്തായാലും ആക്ഷൻ എടുത്താൽ നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മഹാ അപരാധമായിരിക്കും. ഇന്നലെ ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഉണ്ട് ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് കൊണ്ടിട്ടിട്ട്. ഫുള്ള് പ്ലാസ്റ്റിക് വെച്ചാൽ ഭക്ഷണ വേസ്റ്റ് ഉണ്ട്, പിന്നെ കുറേ ഹോട്ടലിലുണ്ട്, കുറേ ഇതുപോലത്തെ വീട് പൊളിച്ച വേസ്റ്റ് ഉണ്ട്, എല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. വെച്ചാൽ നമ്മളൊന്ന് ഇങ്ങനെ താഴെ ഇങ്ങനെ വന്ന് നോക്കി ഇവിടെ നിൽക്കുമ്പോൾ 2 ലോറിയും കൂടി വരുന്നു. ഇതിന് മുകളിൽ മണ്ണിടാനുള്ള പരിപാടി. ഇതിന് മുകളിൽ മണ്ണിട്ടാൽ പിന്നെ ഇതൊന്നും കാണൂലല്ലോ. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ് വീടുകൾ തോറും കുറേ പച്ചക്കുപ്പായമിട്ട ആളുകൾ വരുന്നുണ്ട്. പാവങ്ങളാണ് അവർ. നാട് നീളെ ഇങ്ങനെ മഴയത്തും വെയിലത്തും ഇങ്ങനെ നടന്നു നീങ്ങി വീട്ടിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ തോളിൽ തൂക്കി നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഈ സാക്ഷര കേരളത്തിൽ ഇത്തരത്തിൽ മാലിന്യം ഡംപ് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇതൊരു കുറച്ച് ഹൈറ്റായ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ താഴെ കുറേ ഒരു 10-40 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ ഈ വേസ്റ്റ് കൊണ്ട് തട്ടിയിട്ടുള്ളത്. ഈ ചെങ്കൽപ്പണകളിൽ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് ഡംപ് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. എത്ര വലിയവനായാലും അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരോടൊപ്പം അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഞാൻ ഈ മല കയറിയത്. എന്തായാലും ഇതൊരു ശരിയായ പ്രവണതയല്ല. നിങ്ങൾ ചെയ്യുന്നത് മഹാപാതകമാണ്. ഒരുപാട് കുടുംബങ്ങളാണ് ഇതിൻ്റെ താഴ്വാരങ്ങളിൽ താമസിക്കുന്നത്. നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കും ചിലപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കിണർ വഴി വന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്ന് നിങ്ങൾക്ക് മാറാ രോഗങ്ങൾ പിടിപെടും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ചീഞ്ഞളിഞ്ഞ ഈ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും സംസാരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂക്കിലേക്ക് ദുർഗന്ധം അടിച്ചു കയറുകയാണ്. എന്തായാലും ഇത് ചെയ്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.